മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിന് CPM നേതാക്കളുടെ ഭീഷണി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ഭർത്താവ് സുധീർ പുന്നപ്പാലയെ CPM എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനും CITU ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രനും ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ പുറത്തുവന്നു. പാർട്ടിയെ കുത്തിയാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ലെന്നും കരുതിയിരിക്കണമെന്നുമാണ് ഭീഷണി. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് പൂത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് ഞങ്ങൾക്കുണ്ടാവും. നാസിക്കോ പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ജിജായി പിന്നെ പോലെ ഞങ്ങൾ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ജാനിന്റെ നമുക്ക് പറഞ്ഞാൽ പോലെ പിന്നെ ഇത് കഴിയില്ല, ഞാൻ ഉറപ്പാണ് കഴിഞ്ഞു, അവിടെ തീർന്നു നമ്മള്. ജാൻവറിന് UDF പിന്നെ UDF പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ പിന്നെ ഇത് പോവാന്നല്ല ഇത് പറഞ്ഞു. ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞു ചില ആളുകളോട്. ഇജ് കൂടി UDF ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത് CPMന്റെ ഏരിയ പറയുന്നത്. ഹലോ, സുധീറേ, ഞാൻ ഇന്നലെ എന്നെ വിളിച്ചേന്നു. ഞാൻ ഇന്നലെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലിന് 2 ദിവസമായിട്ടേ ഇതിലൊക്കെ പോയി കണ്ടു വന്നിട്ടേ കാലിന് ഭയങ്കര വേദന. വിഷയമാണ്. അപ്പൊ അവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് നിലമ്പൂര് പോകുന്നു. പിന്നെ നമ്മളെ കഴിയുന്ന സംഭവം പിടുത്തം വിട്ടേ. ഇസ്മായിൽ മുത്തേടെ വിളിച്ചാണ്ട് മൂപ്പരെ വിളിച്ചു പറഞ്ഞ് മെമ്പർമാരൊക്കെ ഉച്ചക്ക് ശേഷം പിന്നെ മാറ്റുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് ശേഷം. ഏതുപോലെ UDFന്റെ മെമ്പർമാരെയോ? അല്ലല്ല, നമ്മളെ മെമ്പർമാരെ മാറ്റുന്നുണ്ടല്ലോ. മൂപ്പര് കെട്ടിയിട്ട് മൂപ്പര് അൻവറാക്കാനെ വിളിച്ചിട്ടേ ഈ വിഷയം പറഞ്ഞിട്ട് മൂപ്പര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എവിടെയുള്ള ചോദിച്ചു. എന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ അവിടെ വന്ന് കയറിപ്പോയി. അവിടുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് മുട്ടം വിട്ടു കേസ്. എന്താ എന്നിട്ട് എന്റെ തീരുമാനം? ഞാനിപ്പം ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടേ അല്ല, അനക്കിപ്പോ തീരുമാനം എടുക്കാലോ. അങ്ങനെയൊന്നും ഉണ്ടല്ലോ. അൻവറിന്റെ വാപ്പയൊന്നും അല്ലല്ലോ. ഞാനിപ്പോ ഈ പാർട്ടിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാന് ഇവിടെയും എനിക്ക് വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വരും. എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഞാനിപ്പോ അതിനോട് കൂടുതലൊന്നും പറയണില്ല. ഞാൻ ഇന്നലെ എന്നെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അറിവോടും സമ്മതത്തോടും കൂടി തൽക്കാലം മാറി നിൽക്കണം എന്ന് പറയാനായിരുന്നു. അല്ല, അപ്പൊ എന്റെ ഭാര്യനെ ഇപ്പൊ ഞങ്ങള് തട്ടിക്കൊണ്ടുപോകണം ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇക്കാലം വരെ ഒന്നും മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഇന്നാളിപ്പോ ഇതിന്റെ വീട്ടിൽ വന്നപ്പോഴും നമ്മൾ വളരെ സൗഹൃദപരമായിട്ടാണ് സംസാരിച്ച് പിരിഞ്ഞത്. ഇവരവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളാരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഇന്നലെ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ സമയത്തൊക്കെ 2:30 മണിയായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ദിവ്യേട്ടനോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ ഈ ഒരു ട്രാപ്പ് വരുന്നു മനസ്സിലായി. ഇനിയിപ്പോ എത്ര മാസം ഉണ്ടെന്ന് നമുക്കറിയാലോ കൃത്യമായിട്ട് ഈ ഭരണസമിതിന്റെ കാലാവധി. അല്ല, അനക്കിപ്പോ എന്താ പറയാ
ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിതേപോലെ ഇവിടെ വന്ന് പെട്ടു. ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മാറി. ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇനി ഞാൻ CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഒരു ദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സുധീറിനെ, അതായത് PV അൻവറിന്റെ ഒപ്പം നിൽക്കുന്ന അൻവറിന് അനുയായി കൂടിയായിട്ടുള്ള ഒരാളെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? വ്യക്തമായി എന്തെല്ലാമാണ് പറയുന്നത്? അപർണ, അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് മുൻപാണ് ഈ ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. സുധീർ പുന്നപ്പാലയെ ഇടതുപക്ഷത്തിൻ്റെ ചുങ്കത്തറയിലെ പ്രധാന നേതാക്കൾ അവരാണ് ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിക്ക് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്ന വലിയ ശക്തമായ ഒരു ഭീഷണി തന്നെയാണ് അവർ മുഴക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ശേഷമാണ് PV അൻവറിൻ്റെ കൊലവിളി പ്രസംഗം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതായത് ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ തുടർച്ചയായി സുധീറിന് വരികയും തനിക്കൊപ്പം നിൽക്കുന്നതിൽ സുധീറിൻ്റെ ജീവിതം തന്നെ ആപത്തുണ്ടാകുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വരികയും അൻവറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആരും ഉണ്ടാകില്ല, വരും വരായികകൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അൻവർ അതിന് മറുപടിയായിട്ടാണ് തലക്കടി കൊലവിളി പ്രസംഗം നടത്തിയതെന്നാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ തരത്തിലൊരു പ്രസംഗം നടത്തിയത് എന്നതിലേക്ക് അൻവർ നടത്തിയ പ്രസംഗത്തിൻ്റെ കാരണങ്ങളിലേക്കുള്ള ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത് പ്രാദേശിക പ്രശ്നം തന്നെയാണ്, പ്രാദേശിക പ്രശ്നമാവട്ടെ പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഇത് സംബന്ധിച്ച് അൻവറിൻ്റെ ഭാഗം പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും തുടർച്ചയായ ഭീഷണി അൻവറിനൊപ്പം നിന്നതിന് നുസൈബയ്ക്കും സുധീറിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിന് ശേഷം ഇത് കയ്യാങ്കളിയിലേക്ക് പോവുകയും നുസൈബയുടെ പുറത്ത് ചാണകവെള്ളം തളിച്ചു, അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നതാണല്ലോ. ഈ അതിൽ പരാതിയും കേസും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടും നിയമപരമായിട്ട് നേരിടുമെന്നാണ് ചുങ്കത്തറയിലെ UDFന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം കോടതിയുടെ അനുമതി ഉണ്ടായിട്ട് പോലും ഏകപക്ഷീയമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്ന അധികൃതർ, പോലീസും വീഡിയോയും ഒക്കെ കൈകാര്യം ചെയ്തത് എന്ന വലിയൊരു ആക്ഷേപമാണ് അവർ ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിൽ ചാണകവെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾ മേത്ത് എറിയുമ്പോഴൊക്കെ തടയേണ്ട ഉത്തരവാദിത്തപ്പെട്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയില്ല. നിയന്ത്രിക്കേണ്ട ആളുകൾ അതിന് ശ്രമിച്ചില്ല, ഏകപക്ഷീയമായിട്ടായിരുന്നു എല്ലാവരുടെയും നടപടി എന്ന വലിയൊരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോടതിയൊക്കെ അവധിയായതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കാം അതിൻ്റെ നടപടികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. CV അനുമോദാണ് അപർണ. നൽകിയത്.